ഡിയർ സ്റ്റുഡൻസ്, ഇംഗ്ലീഷിൻ്റെ പെഡഗോഗിക് അനാലിസിസ് പേപ്പറിൽ ഇന്നലെ നമ്മൾ എസ്സേ ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അതിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 4 വർഷത്തെ 21, 20, 19, 18 ഇങ്ങനെ 4 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഏതാണ്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒരു 40% ക്വസ്റ്റ്യൻസ് പലപ്പോഴും ആവർത്തിച്ച് കാണുന്നുണ്ട്. 2021 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്. അത് ടെസ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, അതിൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു നല്ല ടെസ്റ്റിൻ്റെ വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയെന്ന് പറയുന്നുണ്ട്. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്. അപ്പോൾ അത് നിർബന്ധമായി പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്? പിന്നെ ഉള്ളത് എക്സ്പ്ലെയിൻ ദ ടേം പെഡഗോഗിക്കൽ അനാലിസിസ്. ഇത് 3 വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദ ടേം പെഡഗോഗിക്കൽ അനാലിസിസ്. ഒന്നുകിൽ കണ്ടൻറ് അനാലിസിസ് അല്ലെങ്കിൽ പെഡഗോഗിക് അനാലിസിസ്. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് കോമ്പോസിഷൻ. ഇന്നലെ എസ് ഐ ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുണ്ട്. ഗൈഡഡ് കോമ്പോസിഷനും ഫ്രീ കോമ്പോസിഷനും 2 തരം കോമ്പോസിഷൻസ് ഉണ്ട്. ഇപ്പോൾ കോമ്പോസിഷൻ എന്താണെന്ന് എഴുതുക, അതിൻ്റെ 2 ടൈപ്സ് എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് എഴുതണം. അത് 2 വർഷം റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. ഡിഫറൻഷ്യേറ്റ് ആക്റ്റീവ് ആൻഡ് പാസീവ് വൊക്കാബുലറി. ഇത് 3 വർഷം തുടർച്ചയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആക്റ്റീവ് വൊക്കാബുലറീസിനെ തന്നെ ആക്റ്റീവ് വൊക്കാബുലറി എന്നും പാസീവ് വൊക്കാബുലറി. വല്ലപ്പോഴും ഉപയോഗിക്കുന്ന വൊക്കാബുലറിയാണ് പാസീവ്. നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നത് ആക്റ്റീവ്. അപ്പോൾ അത് 3 വർഷം തുടർച്ചയായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് റീഡർ. ഹു ഈസ് ആൻ എക്സ്റ്റെൻസീവ് റീഡർ, ഹു ഈസ് ആൻ ഇൻറ്റൻസീവ് റീഡർ. അതും 2 വർഷം ചോദിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് പോയട്രി. ഒന്നുകിൽ ടീച്ചിങ് പോയട്രിയും ടീച്ചിങ് പ്രോസും രണ്ടും പഠിച്ചു വെക്കണം. ഈ 4 വർഷങ്ങളിൽ ഒരു പ്രാവശ്യം അത് ചോദിച്ചിട്ടുള്ളൂ, ടീച്ചിങ് പോയട്രി. ചിലപ്പോൾ പ്രോസ് ആയിരിക്കും ചോദിക്കുക. സെലക്ട് എനി 2 വേർഡ്സ് ഫ്രം സ്റ്റാൻഡേർഡ് 9th ആൻഡ് റൈറ്റ് ടീച്ചിങ് സീക്വൻസ് ഫോർ കൺവേയിങ് ഇറ്റ്സ് മീനിങ്. ഏതെങ്കിലും 2 വേർഡ്സ് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ മീനിങ് എങ്ങനെ പഠിപ്പിക്കും, അതിൻ്റെ ഒരു ടീച്ചിങ് സീക്വൻസ് അത് എഴുതാനാണ് പറയുന്നത്. മീനിങ്, അതായത് ഒരു വേർഡിൻ്റെ മീനിങ് എങ്ങനെയാണ് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കും. ഓക്കെ. സജസ്റ്റ് 4 ആക്ടിവിറ്റീസ് വിച്ച് വുഡ് ഹെൽപ്പ് ടു ഡെവലപ്പ് ക്രിയേറ്റിവിറ്റി എമംഗ് സ്റ്റുഡൻസ്. കുട്ടികളിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാനുള്ള 4 ആക്ടിവിറ്റീസ് സജസ്റ്റ് ചെയ്യുക. അതൊക്കെ ഓരോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ, പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അതൊക്കെ. ലിസ്റ്റ് എനി 4 ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ആൻഡ് റിവീൽ ഹൗ ഇറ്റ് ഹെൽപ്സ് ഇംഗ്ലീഷ് ക്ലാസ്. ഏതെങ്കിലും 4 ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ അത് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് ഈ ക്ലാസ് റൂമിന് എങ്ങനെ ഹെൽപ്ഫുള്ളാണ് എന്ന് പറയുക. പിന്നെ മറ്റൊന്ന്, വാട്ട് ഓൾ ആസ്പെക്ട്സ് വുഡ് യു കൺസിഡർ വൈൽ എഡിറ്റിംഗ് ടെക്സ്റ്റ് ബുക്ക് എഡിറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണ് എഡിറ്റിംഗ് നടക്കുന്നത്, എഡിറ്റിങ്ങിൻ്റെ പ്രോസസ്സൊക്കെ ഉണ്ട്. വാട്ട് ഓൾ ആസ്പെക്ട്സ് വുഡ് യു കൺസിഡർ വൈൽ എഡിറ്റിംഗ് ടെക്സ്റ്റ് ബുക്ക്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യേറ്റ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഗ്രാമർ. ഇത് 2 പ്രാവശ്യം തുടർച്ചയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഗ്രാമർ, അത് ശ്രദ്ധിക്കണം. സജസ്റ്റ് 4 ways to improve the listening skill of student. ഇത് 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. സജസ്റ്റ്
4 ways to improve the listening skill of students. കുട്ടികളുടെ ലിസണിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് 3 ക്വസ്റ്റ്യനിൽ കാണുന്നുണ്ട്. 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കണ്ടൻറ് അനാലിസിസ്, നേരത്തെ പെഡഗോഗിക് അനാലിസിസ് ചോദിച്ചു, ഇതിൽ കണ്ടൻറ് അനാലിസിസ് ചോദിച്ചു. ഇത്രേ വ്യത്യാസമുള്ളൂ. രണ്ടൊന്ന് പഠിക്കണം, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണം. എക്സ്പ്ലെയിൻ GT മെത്തേഡ്, അതായത് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹൗ ഡു യു മേക്ക് യൂസ് ഓഫ് ക്ലാസ് റൂം ഇൻ ദ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്? ഹൗ ഡു യു മേക്ക് യൂസ് ഓഫ് കാർട്ടൂൺസ് ഇൻ ദ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്? കാർട്ടൂൺസ് എങ്ങനെയാണ് ഇംഗ്ലീഷ് ടീച്ചിങ്ങിന് ഹെൽപ്ഫുൾ ആവുന്നത്? ഫിലിം എങ്ങനെയാണ് ഇംഗ്ലീഷ് ടീച്ചിങ്ങിന് ഹെൽപ്ഫുൾ ആവുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഹൗ ഹെർബേഷ്യൻ സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ് ഹെൽപ്സ് ഫോർ ടീച്ചിങ് ഇംഗ്ലീഷ് ഗ്രാമർ? അത് ഒരു പ്രാവശ്യമാണ് ചോദിച്ചു കാണുന്നത്. ഹെർബേഷ്യൻ സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ്, അതൊന്ന് ഓർത്ത് വെക്കണം. ഹൗ ഹെർബേഷ്യൻ സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ് ഹെൽപ്സ് ഫോർ ടീച്ചിങ് ഇംഗ്ലീഷ് ഗ്രാമർ. ഹൗ ഡു യു ഹെൽപ്പ് യുവർ സ്റ്റുഡൻസ് develop skill of listening appreciation, literary appreciation. How do you help your students develop skill of literary appreciation? Literary appreciation അതിനോട് താല്പര്യം ഉണ്ടാക്കാനും അഭിരുചി ഉണ്ടാക്കാനും ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്, അവരുടെ റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കാൻ, കഥയും കവിതയൊക്കെ വായിക്കാൻ, അതിനോട് താല്പര്യം ഉണ്ടാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. മറ്റൊന്ന്, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ലെസൺ പ്ലാൻ ഇൻ ഡെവലപ്പിംഗ് ലാംഗ്വേജ് സ്കിൽസ്. ലാംഗ്വേജ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ലെസൺ പ്ലാൻ എത്രമാത്രം സഹായിക്കുന്നു എന്നുള്ളത്. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ലെസൺ പ്ലാൻ ഇൻ ഡെവലപ്പിംഗ് ലാംഗ്വേജ് സ്കിൽസ്. മറ്റൊന്ന്, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഗൈഡഡ് ആൻഡ് ഫ്രീ കോമ്പോസിഷൻ. പലപ്പോഴും ചോദിക്കുന്ന അത്രയും പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഗൈഡഡ് ആൻഡ് ഫ്രീ കോമ്പോസിഷൻ. വാട്ട് ഈസ് റെമഡിയൽ ടീച്ചിങ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് റെമഡിയൽ ടീച്ചിങ് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് റെമഡിയൽ ടീച്ചിങ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ടീച്ചിങ് യൂസിങ് ലാംഗ്വേജ് ലാബ്. ലാംഗ്വേജ് ലാബ് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ലാംഗ്വേജ് ലാബ് എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ പർപ്പസ് എന്താണ്, പർപ്പസ് ഓഫ് ടീച്ചിങ് യൂസിങ് ലാംഗ്വേജ് ലാബ് 2-3 പ്രാവശ്യമായിട്ട് തുടർച്ചയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹൗ ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച് ഹെൽപ്സ് ഫോർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ചസ് എന്താണെന്ന് ഇന്നലെ essay ക്വസ്റ്റനിൽ ചോദിച്ചിരുന്നല്ലോ. അതേപോലെ ഹൗ ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച് ഹെൽപ്പ് ഫോർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ചോദിച്ചിട്ടുണ്ട്. ഹൗ കുഡ് ന്യൂസ് പേപ്പർ കട്ടിംഗ് ബി യൂസ്ഡ് ഇൻ ദി ഇംഗ്ലീഷ് ക്ലാസ് റൂം. ഇംഗ്ലീഷ് ക്ലാസ് റൂമിൽ ന്യൂസ് പേപ്പർ കട്ടിംഗ് എങ്ങനെ യൂസ്ഫുള്ളാണ് എന്നുള്ളതും ഉണ്ട്. 2019 അഡ്വാൻറ്റേജസ് ഓഫ് സിറ്റുവേഷണൽ അപ്രോച്ച് എന്തായാലും 2-3 അപ്രോച്ച് പഠിക്കണം. അതിൽ അഡ്വാൻറ്റേജസ് ഓഫ് സിറ്റുവേഷണൽ അപ്രോച്ച് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ഹോൾ ലാംഗ്വേജ് അപ്രോച്ച്, മറ്റൊരു അപ്രോച്ച് whole language approach. How do you make use of documentaries in the teaching of English? ഇപ്പോൾ ഒന്നുകിൽ ഡോക്യുമെൻ്ററീസ്, അല്ലെ ഫിലിം, അല്ലെ കാർട്ടൂൺ, ഇതൊക്കെ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഹെർബേഷ്യൻ സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ് വീണ്ടും ചോദിച്ചു. ഹെർബേഷ്യൻ സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ്. ഹൗ വിൽ യു ഡെവലപ്പ് ലിസണിങ് സ്കിൽസ്. അത് ഞാൻ പറഞ്ഞല്ലോ 2-3 വർഷം ചോദിച്ചതാണ്. ഹൗ വിൽ യു ഡെവലപ്പ് ലിസണിങ് സ്കിൽസ്. വൈ ഷുഡ് യു പ്ലാൻ എ ലെസൺ. എന്തിനാണ് ഒരു ലെസൺ പ്ലാൻ ചെയ്യുന്നത്? ഹൗ കുഡ് ഫിലിം സ്ട്രിപ്സ് ബി യൂസ്ഡ് ഇൻ ദി ഇംഗ്ലീഷ് ക്ലാസ് റൂം. ഫിലിം സ്ട്രിപ്സ്, കാർട്ടൂണ്, അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന് ചോദിക്കുന്നുള്ളത് ഉറപ്പാണ്. 2018 ക്വസ്റ്റ്യനിൽ മേക്ക് ആൻ അനാലിസിസ് ഓഫ് ദി കണ്ടൻറ് ഓഫ് എനി ടോപ്പിക് ഇൻ സ്റ്റാൻഡേർഡ് 8 എന്ന് പറയുന്നുണ്ട്. അതായത് 8ാം ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് അതിൻ്റെ കണ്ടൻറ് അനാലിസിസ് നടത്തുക എന്നുള്ളതാണ് ഒരു ചോദ്യം.
ഇപ്പോൾ കണ്ടൻറ് അനാലിസിസ് ചെയ്യാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള ഒരു ചോദ്യമാണ്. മറ്റൊന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ GT മെത്തേഡ് ആൻഡ് ബൈലിംഗ്വൽ മെത്തേഡ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ അത്രയും പ്രധാനപ്പെട്ട മെത്തേഡാണ്. അതും ബൈലിംഗ്വലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു. ഹൗ ഡു യു മേക്ക് യൂസ് ഓഫ് റിയാലിയ? അതൊരിക്കലേ ചോദിച്ചു കാണുന്നുള്ളൂ. റിയാലിയ എന്താണ്? അത് ടീച്ചിങ് എയ്ഡ്സ് എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്തുണ്ട്. റിയാലിയ എന്താണ്, അതെന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണ്? ഹൗ ഡു യു ഡെവലപ്പ് സ്കിൽ ഓഫ് സൈലൻറ്റ് റീഡിങ്? സൈലൻറ്റ് റീഡിങ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസൊക്കെ നടത്തുന്ന സമയത്ത് ഇപ്പം കൺസ്ട്രക്റ്റീവിസത്തിൽ ഒരു സ്റ്റെപ്പ് തന്നെയാണ് സൈലൻറ്റ് റീഡിങ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ മെത്തേഡ്സ് ആൻഡ് അപ്രോച്ച്. മെത്തേഡ്സ്, അപ്രോച്ച്, ടെക്നിക്സ്, ഇത് മൂന്നിൻ്റെയും ഡെഫിനേഷൻസ് പഠിച്ചു വെക്കുക. അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കൂടി പഠിക്കുക. വാട്ട് ഈസ് SOS അപ്രോച്ച്? SOS അപ്രോച്ച് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വിഷ്വൽ എയ്ഡ്സ് ഇൻ ലാംഗ്വേജ് ടീച്ചിങ്? ലാംഗ്വേജ് ടീച്ചിങ്ങിൽ വിഷ്വൽ എയ്ഡ്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? വിഷ്വൽ എയ്ഡ്സ് കൂടുതൽ എഫക്റ്റീവാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതുക. ഹൗ അഡ്വർടൈസ്മെൻറ്റ് യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് ക്ലാസ്? അഡ്വർടൈസ്മെൻറ്റ് എത്രത്തോളം ഹെൽപ്ഫുള്ളാണ്? അപ്പോൾ ആ കാറ്റഗറിയിൽപ്പെട്ടത് അഡ്വർടൈസ്മെൻറ്റ്സ്, ഫിലിം സ്ട്രിപ്സ്, കാർട്ടൂൺസ്, പിന്നെ ഈവൻ ഡ്രാമ പോലും ചോദിച്ചേക്കാം. ഡ്രാമാസ് എങ്ങനെ യൂസ്ഫുള്ളാണ് എന്ന് ചോദിച്ചു. ഇങ്ങനെ കഴിഞ്ഞ 4 വർഷം 2021, 2020, 2019, 2018 ആ ക്വസ്റ്റ്യൻസ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഈ ക്വസ്റ്റ്യൻസൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നാളെ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ. ഓൾ ദി ബെസ്റ്റ്.